ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ കുറച്ചായി വീഡിയോസൊക്കെ ഇടൽ ഇതുപോലെ സ്ലോ ആയി വരുന്നുണ്ട്. ഓരോ തിരക്കുകളും അതുപോലെ ഇപ്പോൾ കുറച്ച് ദിവസമായി സുഖമില്ല, അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുകളും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തുടർന്ന് വീഡിയോസ് ഇടാമെന്ന് പറയും, പക്ഷേ എനിക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ വരികയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ, ഞാൻ തുടർന്ന് വീഡിയോസ് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 6 ഇഞ്ച് സൈസിൽ 1.5 കിലോ വെയിറ്റ് വരുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് പൈപ്പിംഗ് ബാഗിൽ നോസിലൊന്നും ഇല്ലാതെ ഞാനൊരു ബ്ലൂ ഷെയ്ഡിലുള്ള കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലൂ കളർ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള നേവി ബ്ലൂ ആണ്, അത് കുറച്ച് മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അടുത്ത അതിൻ്റെ ടോപ്പിലായിട്ട് ഞാനൊരു ഗ്രീൻ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ നോസിലിട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ടാണ് ക്രീം വരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് ലെമൺ ലൈം എന്ന് പറഞ്ഞിട്ടുള്ള യെല്ലോ കളറാണ് ചേർത്തിട്ടുള്ളത്. യെല്ലോ അല്ല, ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് എഗ് യോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കളർ മിക്സ് ചെയ്തിട്ടൊരു കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടും ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ഷെയ്ഡ് ഇപ്പോൾ ഇവിടെ കൊടുത്തു. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് പിങ്ക് കളറിലാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തിക്കായിട്ടാണല്ലോ ക്രീം അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോസിലൊക്കെ വെച്ചിട്ട് തിന്നായിട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്യാപ്പ് ഇടണ്ട കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് വന്നത് കുറച്ച് തിക്കായിട്ടാണ്, അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ലായിട്ട് വരും സ്ക്രാപ്പർ വെച്ച് ചെയ്യുമ്പോൾ. ഇപ്പോൾ ടോപ്പ് ഭാഗത്ത് പിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് റേഡിയൻ പിങ്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ കളേഴ്സും മാജിക് കളേഴ്സിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ടോപ്പ് ഭാഗം നൈഫ് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡ് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. ടോപ്പാണ് ആദ്യം നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതിൻ്റെ ശേഷം ഇതുപോലെ ചെറിയ സ്ക്രാപ്പർ നമ്മൾ യൂസ് ചെയ്യരുത് കേട്ടോ. ഇതിപ്പോൾ ഒരു ഹൈറ്റുള്ള കേക്കാണ്, ടോൾ കേക്കായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ചെറിയ സ്ക്രാപ്പർ വെച്ചിട്ടാണ് ചില ആൾക്കാരൊക്കെ ഇത് നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഷേപ്പ് മാറിപ്പോവും കേട്ടോ. ആ ഒരു കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് മാറിപ്പോവും. നമ്മൾ ഇതുപോലെ വലിയ സ്ക്രാപ്പർ വേണം ഇങ്ങനത്തെ ടോൾ കേക്കൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഫിനിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ടും എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിനെ സൈഡിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടേണിംഗ് ടേബിളിനെ റൊട്ടേറ്റ് ചെയ്തിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കണുണ്ട്. പിന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ക്രീം ഫില്ലാവാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ആ സെയിം കളർ തന്നെ എടുത്തിട്ട് ഇതുപോലെ സ്ക്രാപ്പറും ഉണ്ടായിരിക്കും, ആ ഒരു സെയിം കളർ തന്നെ എടുത്തിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് എന്താ പറയുക, ഹോൾസ് കാണുന്ന ഭാഗമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുക. അപ്പം ചെറിയ ലൈൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ ഞാൻ മുന്നേ ഒരുപാട് പ്രാവശ്യമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഒരു വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്കിതിൽ ഒരുപാട് കേക്കിന് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സെയിം ഡെക്കറേഷനിൽ തന്നെ, സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ കേട്ടോ. അപ്പം ഇതുപോലെ ഇൻസ്റ്റയിൽ ഞാൻ സ്റ്റോറി ഇടും. പുതിയ കേക്കിൻ്റെ ഫോട്ടോസൊക്കെ എപ്പോഴും ഡെയിലി ഇൻസ്റ്റയിലാണ് സ്റ്റോറി ഇടാറുണ്ട്. അപ്പോൾ ആ സ്റ്റോറി ഇടുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും ഇത് ഏതൊക്കെ കളേഴ്സ് എന്നുള്ളത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ വീണ്ടും ഞാൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തതിൻ്റെ ശേഷം ലൈൻസൊക്കെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ശേഷം ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ഡിസൈൻ കൊടുക്കണം കേട്ടോ. ബ്രഷ് ഡിസൈനാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു കേക്ക് നമ്മൾ കസ്റ്റമേഴ്സിനൊക്കെ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ കുറച്ച് ഫോട്ടോസ് അങ്ങോട്ട് അയച്ചു കൊടുക്കുമല്ലോ, ആ സമയത്ത് ഫസ്റ്റ് ചോദിക്കുക ഈ ഒരു കേക്കിന് എന്താ റേറ്റ് എന്നായിരിക്കും. അപ്പോൾ പെട്ടെന്ന് അട്രാക്ഷൻ തോന്നണതും പിന്നെ എന്നാലോ കൂടുതൽ ഓർഡർ വരാറും ഉണ്ട് കേട്ടോ ഇതിൽ. കാരണം ഒരുപാട് റേറ്റ് ഒന്നും വരുന്നില്ല, നോർമൽ റേറ്റാണ് ഈ ഒരു കേക്കിന് വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഓർഡർ ഈ ഒരു വർക്കിലാണ് വരാറുള്ളത്, എപ്പോഴും ഓർഡർ വരാറുള്ളത് കേട്ടോ. ഒരുപാട് വർക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ടോപ്പ് ഭാഗത്തും സൈഡ് ഭാഗത്തും എന്താ പറയുക ബ്രഷ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ചെയ്യണത് ഷെൽ നോസിലാണ് എടുത്തിട്ടുള്ളത്. ഷെൽ നോസിൽ എടുത്തിട്ട് ഇതുപോലെ ഒരു ഓപ്പൺ ആയിട്ടുള്ള വലിയൊരു നോസിലാണ് കേട്ടോ. ഷെൽ നോസിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു നോസിലിൽ ബാക്കി വന്നിട്ടുള്ള എല്ലാ ക്രീമും കൂടി ഒന്നിച്ചിട്ട് ഈ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു 4 ഷെയ്ഡ് കേക്കിൽ കൊടുത്തില്ലേ, ആ ഒരു 4 ഷെയ്ഡും ഒന്നിച്ചിട്ട് തന്നെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഈ ഒരു നോസിൽ വെച്ചിട്ടാണ് നമ്മളിതിന് ഡെക്കറേഷൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ടൈമിൽ എവിടെയെങ്കിലുമൊക്കെ കേക്കിൻ്റെ എന്താ പറയുക ചെറിയ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക് കവർ ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഈ ഒരു ഷെൽ ഡിസൈനാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഈ നോസിൽ വെച്ചിട്ട്. അപ്പോൾ എല്ലാ കളറും കൂടി മിക്സ്ഡ് ആയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വരിക കേട്ടോ. അപ്പോൾ ഇത് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ ഓർഡർ വരാറുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഗേൾസിന് മാത്രം ചെയ്യാൻ പറ്റുന്ന വർക്കാണെന്നൊന്നുമില്ല, ബോയ്സിനും വന്നിട്ടുണ്ട് ഈ ഒരു ഓർഡർ. അപ്പോൾ അടിഭാഗത്തും കൊടുത്തിട്ടുണ്ട്, അതുപോലെ മുകൾ ഭാഗത്തും, പിന്നെ ഒരു സൈഡിൽ മുകളിൽ ഒരു സൈഡിലായിട്ടും, അങ്ങനെ ഈ 3 ഭാഗങ്ങളിലായിട്ട് ഈ ഒരു ക്രീം ഫുള്ള് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കുക, കൂടുതൽ ഇനിയും എന്താ പറയുക കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും കൊടുക്കുക. കുറച്ചൊരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ആണ് ഞാനിപ്പോൾ ഇതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് സെയിം ഡിസൈനിൽ തന്നെ 1 kg ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 ഇഞ്ച് ബേക്കിംഗ് ടിന്ന് യൂസ് ചെയ്താൽ മതി. 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തിട്ട് 1.5 കിലോയിലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 6 ഇഞ്ച് ബേക്കിംഗ് ടിന്ന് 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്താൽ മതി കേട്ടോ. അതല്ല 2 kg ചെയ്യണമെന്നുണ്ടെങ്കിൽ 7 ഇഞ്ച് യൂസ് ചെയ്താൽ മതി, 7 ഇഞ്ചിൽ 2 പ്രാവശ്യമായിട്ട്. അപ്പോൾ നമുക്ക് ഇത് അത്യാവശ്യം 4 കളേഴ്സ് കൊടുക്കാനും കിട്ടും. ഒരുപാട് ഹൈറ്റുള്ള ഒരുപാടല്ല കുറച്ചൊരു ഹൈറ്റുള്ള ടോൾ കേക്കായിട്ടും ഫീൽ ചെയ്യും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് സ്റ്റിക്കൊക്കെ കൊടുത്തിട്ട് ടോൾ കേക്കിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ബട്ടർഫ്ലൈനാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എഡിബിൾ ബട്ടർഫ്ലൈനെ വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം, അല്ല പേപ്പറിൻ്റെ ബട്ടർഫ്ലൈ വെച്ച് കൊടുക്കണമെങ്കിൽ പേപ്പറിൻ്റെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എഡിബിളാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് എഡിബിൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കാൻ കഴിയില്ല. ഇത് തണുപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ഇതിൻ്റെ ഈ ബട്ടർഫ്ലൈ തണുത്ത് പോവും. അന്നേരം പേപ്പർ ആകുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഫുള്ള് ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞാലും ഫ്രിഡ്ജിൽ വെച്ചാൽ ഇനിയിപ്പോൾ രാവിലെ ചെയ്തിട്ട് വൈകിട്ട് എടുത്തു കഴിഞ്ഞാലും പേപ്പർ ബട്ടർഫ്ലൈന് ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ അത് കഴിക്കാൻ കഴിയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ എഡിബിളാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്ത ഡെക്കറേഷൻസിനൊക്കെ പേപ്പറിൻ്റെ ബട്ടർഫ്ലൈ ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2-3 ഷെയ്ഡ് കളർ വെച്ചുള്ളൂ. ഇനി ഞാനിവിടെ ടോപ്പിലായിട്ട് കൊടുക്കുന്നത് സ്റ്റിക്കിൽ കൊടുത്തിട്ടുള്ള ബട്ടർഫ്ലൈ ആണ്, അതുകൊണ്ട് തന്നെ പേപ്പർ ബട്ടർഫ്ലൈ ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എഡിബിളായിട്ടുള്ള ബട്ടർഫ്ലൈനെ നമുക്ക് സ്റ്റിക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ബുദ്ധിമുട്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പേപ്പർ ബട്ടർഫ്ലൈനെ സ്റ്റിക്കിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ സ്റ്റിക്കിലാക്കിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ഇട്ടിട്ട് ഒരെണ്ണത്തിന് ഞാൻ മുകളിലും കൊടുത്തു, ഒരെണ്ണത്തിന് സ്റ്റിക്കിലാക്കിയിട്ടും ജസ്റ്റ് ഒന്ന് ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക്. ഇനി നമുക്കിതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് എഡിബിൾ ബോൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗോൾഡൻ കളറിലാണെങ്കിലും ഇനി മിക്സ്ഡ് കളേഴ്സിലാണെന്നുണ്ടെങ്കിൽ മിക്സ്ഡ് കളേഴ്സിലും ചെയ്യാം. എല്ലാ കളേഴ്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിൽവർ കളേഴ്സിലും കൊടുത്തിട്ടുണ്ട്, ഗോൾഡൻ കളേഴ്സിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ മിക്സ്ഡ് ആയിട്ടുള്ള റെയിൻബോൻ്റെ ആ ഒരു എഫക്റ്റ് തോന്നുന്ന രീതിയിലുള്ള പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മുകളിലായിട്ട് ഒരു ടോപ്പർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഫോണ്ടൻറ്റിൽ നെയിമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ കുറേ കേക്കുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, സെയിം മോഡലിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് മുകളിലായിട്ട് പിങ്ക് ബട്ടർഫ്ലൈയും കുറച്ചൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് ഇത് പേപ്പറിൻ്റെ ബട്ടർഫ്ലൈ ആണ് ഫുള്ള് കേട്ടോ. പിന്നെ ഇത് വേറൊന്ന് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും ഇൻസ്റ്റയിൽ നമ്മളുടെ പുതിയ കേക്കിൻ്റെ ഫോട്ടോസ്, അതായത് ഓരോ ദിവസം ചെയ്യുന്ന വർക്കുകളും ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി വെക്കാറുണ്ട്. അപ്പോൾ പുതിയ കേക്കിൻ്റെ മോഡൽസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യണതിനേക്കാളും കൂടുതൽ സ്റ്റോറിയിലാണ് വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കേക്കറി ബൈ ഫിറോസ, ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ സെയിം പേര് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോറികൾ ഞങ്ങൾക്ക് ഡെയിലി കാണാൻ കഴിയും. അപ്പോൾ പുതിയ അപ്ഡേഷൻസൊക്കെ ആ ഒരു സ്റ്റോറിയിലുണ്ടാവും. ക്ലാസ്സിൻ്റെ കാര്യങ്ങളും അതുപോലെ മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും സ്റ്റോറിയിലായിട്ടാണ് ഞാൻ വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഒട്ടുമിക്ക പേരും നമ്മുടെ ചാനൽ വ്യൂസ് ചെയ്യണ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർ ഒട്ടുമിക്ക പേരും നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണമുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഡൗട്ട്സും അവർ ഇതിൽ ഓരോ വീഡിയോസിലുള്ള ഡൗട്ട്സും എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ല ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷൻസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. പിന്നെ ഞാൻ ഇപ്പോൾ വീഡിയോ ഇടലൊന്നും സ്ലോ ആയിട്ടുള്ളത് എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സുഖം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ്, കേക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സും അതുപോലെ തന്നെ ഫോണ്ടൻറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സും മാക്രോൺസിൻ്റെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. ഇനി ഇൻഷാല്ല പിയോണി ഫ്ലവേഴ്സ് മേക്കിങ്ങിൻ്റെ ക്ലാസ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട് ഓൺലൈനായിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ട് ഇടും കേട്ടോ.
അപ്പോൾ ഇനിയും ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസും അതുപോലെ ഡെക്കറേഷൻസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിനെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്